ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കുടുംബം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇന്ന് എത്തി. നിതിന്റെ മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് അച്ഛനും കൂടെ ഉണ്ടായിരുന്നവരും ആരോപിച്ചു. അതേസമയം അന്വേഷണം പോലീസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ഈ മാസം 28-ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നിതിൻ രാജിന്റെ അച്ഛനും സഹോദരിയും ഭർത്താവും അടങ്ങിയ കുടുംബം 11:30-യോടെയാണ് ക്യാമ്പസിലെത്തിയത്. വാഹനത്തിൽ നിന്നിറങ്ങിയ ഉടൻ നിതിന്റെ പിതാവ് വികാരധീനനായി. തുടർന്ന് അദ്ദേഹം നിതിൻ കിടന്ന സ്ഥലം കൂടി സന്ദർശിച്ചു. അവശനായ പിതാവ് നിതിന്റെ മരണത്തിന് ഉത്തരവാദി കോളേജ് അധികൃതരാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ആരോപണ വിധേയരായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിനെയും പ്രിൻസിപ്പലിനെ പ്രതി ചേർക്കാത്തതിനെയും കുടുംബം രൂക്ഷമായി വിമർശിച്ചു. ക്യാമ്പസിലെത്തിയ രാജനും മകളും പ്രിൻസിപ്പലിനെ കാണാൻ നിന്നില്ല. കൂടെയുണ്ടായിരുന്നവർ പ്രിൻസിപ്പലിനെ നേരിൽ കണ്ട് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അതിനിടെ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദലിത് ലീഗ് ക്യാമ്പസിലേക്ക് നടത്തിയ മാർച്ചിൽ ചെറിയ ഉന്തും തള്ളും ഉണ്ടായി. മാനേജ്മെന്റ് നിയോഗിച്ച സുരക്ഷാ ജീവനക്കാർ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതാണ് പ്രകോപനമായത്. കേസ് അന്വേഷണം അട്ടിമറിക്കുന്ന കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റി നിർത്തണമെന്നും അഞ്ചരക്കണ്ടി കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് അടുത്ത ചൊവ്വാഴ്ച ഹർത്താലിനും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.